ഇതിനിടയ്ക്ക് ഷേനായുടെ ചന്ദ്രശേഖരനാനയ്ക്ക് കണ്ണറിയില്ലാഞ്ഞു. തൊട്ടില്ലെന്ന് വന്നപ്പോൾ അതിൻ്റെ അടിയിൽക്കിടെ ഞാൻ കയറി. ആ ആനക്കിട്ട് ഇത് കുത്തി, അത് ഇതിനിട്ട് കുത്തി. അപ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ പറ്റണില്ല. പുഴകളും വയലുകളും നാട്ടുവഴികളുമെല്ലാം ഒത്തുചേർന്ന കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം. നാഗരികതയുടെ ഹസ്തങ്ങൾ ഇതുവരെ ഈ ഗ്രാമത്തെ എത്തിപ്പിടിച്ചിട്ടില്ല. പുലരിയുടെ നേർത്ത മഞ്ഞൻ കണങ്ങൾ പുൽകുമ്പോഴും മഴച്ചാറ്റലിൽ നനഞ്ഞു കുതിരുമ്പോഴുമെല്ലാം കൂടുതൽ സുന്ദരിയാവുന്ന ഒരു പാവാടക്കാരിയെ പോലെയാണ് ഈ ഗ്രാമം. ഓണക്കൂർ, അതാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. കേരളത്തിലെ ആനപ്രേമികൾക്കിടയിൽ ഒരുപക്ഷെ ഇത്രയേറെ അറിയപ്പെട്ട മറ്റൊരു നാട് വിരളമായിരിക്കും. ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരമില്ലാതിരുന്ന കാലം മുതൽക്ക് തന്നെ ഓണക്കൂർ എന്ന പേര് ഉത്സവ പറമ്പുകളിലും ആനപ്രേമികൾക്കിടയിലും പ്രശസ്തമായിരുന്നു. ബുദ്ധിയും ശക്തിയും ആത്മാർത്ഥതയും കൈമുതലാക്കി ആനപ്രേമികളെ മുഴുവൻ ഒരു കാലത്ത് തൻ്റെ ആരാധകരാക്കി മാറ്റിയ ഒരു ചട്ടക്കാരൻ, ഒരുപാട് കൊമ്പന്മാരെ മര്യാദരാമന്മാരാക്കി ഒപ്പം കൂട്ടിയ ആനപ്പണിക്കാരൻ. ഓണക്കൂർ എന്ന പേരിനോട് ആനപ്രേമികൾ എന്നും ചേർത്ത് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന പേര് പൊന്നൻ അഥവാ ഓണക്കൂർ പൊന്നൻ ചേട്ടൻ. തൻ്റെ നിശ്ചയദാർഢ്യവും ആത്മസമർപ്പണവും കൊണ്ട് ഗജലോകത്തെ മുഴുവൻ അതിശയിപ്പിച്ച വ്യക്തിത്വത്തിനുടമ. പല ആന കയറിയാൽ പോരാ, കൊലയാന കയറണം എന്ന ചൊല്ല് നമുക്ക് മുന്നിലേക്ക് വച്ചു നീട്ടിയ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. തികഞ്ഞ ദൈവവിശ്വാസിയായ പൊന്നൻചേട്ടൻ ഒരു മണികണ്ഠ ഭക്തൻ കൂടിയാണ്. തൻ്റെ മുന്നിലെത്തിപ്പെടുന്ന ഓരോ കൊമ്പനെയും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കീഴ്പ്പെടുത്തി ചുണക്കുട്ടന്മാരായി കൊണ്ട് നടത്തുന്ന ചട്ടക്കാരൻ. അസാമാന്യ ധൈര്യശാലി കൂടിയാണ് ഇദ്ദേഹം എന്നത് പൊന്നൻ ചേട്ടനെക്കുറിച്ചറിയുന്ന എല്ലാവർക്കും അറിയാം. തൻ്റെ കഴിവും മിടുക്കും ഒന്നുകൊണ്ട് മാത്രം പിടിവാശിക്കാരായ ഒരുപാട് കൊമ്പന്മാരെ നേർവഴിക്ക് നടത്തി ആനക്കേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് പൊന്നൻ ചേട്ടൻ. തൻ്റേതായ ചിട്ടവട്ടങ്ങൾ കൊണ്ട് ആനയെ അനുസരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ പൊന്നൻ ചേട്ടനോളം മിടുക്കുള്ളവർ വിരളം. നന്നേ ചെറുപ്പത്തിൽ തന്നെ ആനയോടുള്ള ഇഷ്ടം കൊണ്ടാവണം തൻ്റെ വഴി ഇതുതന്നെയെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ഇദ്ദേഹം. കഷ്ടപ്പാടുകളും അല്ലലും നിറഞ്ഞ ബാല്യത്തിലും ആശ്വാസവും സന്തോഷവുമൊക്കെ ഇദ്ദേഹം കണ്ടെത്തിയിരുന്നത് ആനക്കാഴ്ചകളിലൂടെയായിരുന്നു. അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങിയ കൊച്ചു കുടുംബത്തിൽ നിന്നും എത്തിയ പൊന്നൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ ആനകളോടൊപ്പമുള്ള ജീവിതം ആരംഭിച്ചു. ഓണക്കൂർ പത്മനാഭനെ കൊണ്ടു നടന്ന കുരിയിൽക്കാട്ട് നാരായണപിള്ളയുടെ ഒപ്പം കൂടിയത്. പിന്നീട് പുലിയന്നൂർ ബാലൻപിള്ളയ്ക്കൊപ്പം കൃഷ്ണൻകുട്ടി എന്ന ആനയിൽ കയറി. ആനയുടെ പുറത്ത് കയറിയിരുന്ന് ചട്ടം പറയുന്നതിലും പൊന്നൻചേട്ടൻ ഇഷ്ടം താഴെ നിന്ന് തെളിക്കുന്നത് തന്നെ. പ്രശ്നക്കാരായ ആനകളെ വഴി നടത്തുന്നത് തന്നെയായിരുന്നു പണ്ടും ഇദ്ദേഹത്തിന് ഇഷ്ടം. ചുരുക്കി പറഞ്ഞാൽ ചങ്കുറപ്പിന്റെ ധീരതയുടെ പ്രതീകം തന്നെയാണ് ഓണക്കൂർ പൊന്നൻ എന്ന ഈ മനുഷ്യൻ. അല്ലെങ്കിൽ ആനക്കേരളത്തിലെ പാപ്പാന്മാർക്കിടയിലെ പ്രൗഢതയുടെ മുഖം. അതാണ് ഓണക്കൂർ പൊന്നൻ എന്ന വിസ്മയ പുരുഷൻ. ആ വലിയ കൊമ്പൻ മീശയിലും പരുക്കൻ ശബ്ദത്തിലും ഒളിഞ്ഞിരിക്കുന്നത് ഒരു സ്നേഹനിധിയായ മനുഷ്യസ്നേഹി തന്നെയെന്ന് ഇദ്ദേഹത്തെ അടുത്തറിഞ്ഞ എല്ലാവർക്കും ബോധ്യമുണ്ട്. താൻ വഴി നടത്തിയിട്ടുള്ള എല്ലാ കൊമ്പന്മാരെയും അകമഴിഞ്ഞ സ്നേഹത്തോടെ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പാപ്പാൻ. തൻ്റെ കുടുംബത്തിൽ നിന്നും സഹോദരങ്ങളെയും ആനപ്പണിയിലേക്ക് തന്നെ എത്തിച്ച വല്യേട്ടൻ. ഓണക്കൂർ കനകാംബരനും ഓണക്കൂർ രത്നാകരനും
ആനപ്പണിയിൽ മുമ്പന്മാർ തന്നെയായിരുന്നു. കനകാംബരൻ പക്ഷേ ഇന്നില്ല. എങ്കിലും ആ ഓർമ്മകൾ ആനപ്രേമികളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഇന്നത്തെ പോലെ ആയിരുന്നില്ല മുൻകാലങ്ങളിലെ ആനപ്പണി. അധ്വാനവും കഷ്ടപ്പാടുകളുമൊക്കെ കൂടുതലായിരുന്നു അന്നൊക്കെ. ആനപ്പണി തൊഴിലാക്കിയവരും അതിനു തക്ക ആരോഗ്യമുള്ളവരായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പസ്വല്പം കളരിയും മർമ്മവിദ്യകളുമൊക്കെ സ്വായത്തമാക്കിയവരായിരുന്നു മിക്ക ആനപ്പണിക്കാരും. ഒരു പാപ്പാനെ സംബന്ധിച്ച് സ്വന്തം ആരോഗ്യവും അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പൊന്നൻ ചേട്ടൻ ഈയൊരു കാര്യത്തിൽ അത്യാവശ്യം നല്ല ശ്രദ്ധ പുലർത്തുന്ന ആള് തന്നെ അന്നും ഇന്നും. തൻ്റെ ആരോഗ്യ പരിപാലന രീതികളിലും ശീലങ്ങളിലുമൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഇപ്പോഴും ഇദ്ദേഹം. പ്രാർത്ഥനയോടെയാണ് ദിവസത്തിൻ്റെ തുടക്കം. തുടർന്ന് സൂര്യനമസ്കാരവും മറ്റു വ്യായാമ മുറകളും. ഇതൊക്കെ തന്നെയാണ് തൻ്റെ ആരോഗ്യത്തിൻ്റെയും ചുറുചുറുക്കിൻ്റെയും രഹസ്യമെന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ പറയും പൊന്നൻ ചേട്ടൻ. ഒപ്പം ചില ചുവടുകളും കാട്ടിത്തന്നു ഞങ്ങൾക്കായി. തികഞ്ഞ ഒരു അഭ്യാസി തന്നെയാണ് ഇദ്ദേഹമെന്നത് ആ മെയ്വഴക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കളരിയും ചുവടുകളും മർമ്മവിദ്യകളുമൊക്കെ പഠിപ്പിച്ച തൻ്റെ ഗുരുക്കന്മാരുടെ സ്മരണ എന്നും ആ വാക്കുകളിലും പ്രവൃത്തിയിലുമൊക്കെ തെളിഞ്ഞു കാണാം. കിടങ്ങൂർ കൃഷ്ണൻകുട്ടി, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, ചെറായി കൃഷ്ണപ്രസാദ്, വിജയൻ തുടങ്ങിയ ഗജരാജ കില്ലാടികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അസാമാന്യ ധൈര്യം കൂടിയേ തീരൂ. ഇതേക്കുറിച്ച് ചോദിച്ചാൽ പൊന്നൻചേട്ടൻ പറയും, ഭീരുക്കൾ ഒരിക്കലും വിജയകിരീടം അണിയാറില്ല എന്ന്. പ്രശ്നക്കാരായ കൊമ്പന്മാരെ അനുസരണ പഠിപ്പിച്ച് നല്ല വഴിക്കു നടത്തുന്നതിൽ അഗ്രഗണ്യനായിരുന്നു പൊന്നൻചേട്ടൻ. പണ്ട് നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അഴിച്ച് എഴുന്നള്ളിച്ചതിൻ്റെ സമ്മാനമായി പൊന്നൻ ചേട്ടന് ലഭിച്ചത് ഒരു കളർ ടെലിവിഷനായിരുന്നു. ഒരാനക്കാരൻ ഒരിക്കലും ഒരാനയ്ക്ക് അപങ്ങായിരുന്നു പൂർണ്ണമാവൻ പ്രായമുള്ള ആളല്ലേ. ഒരിക്കലും തൃപ്പൂണിത്തുറ ഉത്സവത്തിന് അവർ രണ്ടുപേരും കൊണ്ട് നിൽക്കണ ഒരിതങ്ങ് അടിച്ചിറക്കിയിട്ട് എത്ര കോടി വിറ്റ് വരുത്തുന്ന എനിക്ക് തോന്നുന്നത്. ആ തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ ആ ഭാഗത്തോടെ വലിയ പടമായിരുന്നു. അത് സെക്കൻഡ് വെച്ച് തീർന്നുകൊണ്ടിരിക്കുക. പൊന്നൻ ചേട്ടൻ്റെ സുഹൃത്ത് വലയവും ശിഷ്യഗണങ്ങളും ഒട്ടനവധിയാണ്. എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും അതിൽപ്പെടും. മുത്തലങ്ങോട് ഉണ്ണി, തൃത്താല രാമചന്ദ്രൻ നായർ, കുറ്റിക്കോടൻ നാരായണൻ, എരിമയൂർ മണി, നെന്മാറ രാമൻ, ഗോപിയാശാൻ തുടങ്ങി ഒരു കാലത്ത് പേരുകേട്ട ആനപ്പണിക്കാരൊക്കെയും പൊന്നൻ ചേട്ടന് കൂടപ്പിറപ്പുകളെ പോലെയാണ്. ആർക്കും പറയാൻ പറ്റും. എല്ലാവരും നേരെ ആർക്കും പറയാൻ പറ്റും. പിന്നെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ രണ്ട് തുലിയൊക്കെ ഉണ്ടാക്കി പൂമാല ആടമാലെ മണിയൊക്കെ അത് കിട്ടാൻ ഇങ്ങനെ ഒറ്റ വിളിയെ പോരടാന്ന് ചോദിച്ചുകൊണ്ട് ഒരളറ് ഒരു വിളിയുണ്ട്. പിന്നെ മുകളിലേക്ക് പോകാൻ അല്ലാതെ എത്ര സമയം വേണം അത്ര സമയം അപ്പൊ നമ്മളിങ്ങനെ ഇപ്പോഴും ഇപ്പൊ വെള്ളത്തിലാണെങ്കിൽ ഇപ്പൊ ഒരു വശം കിടന്നു നമ്മൾ സ്ഥിരം കൊണ്ടുനടക്കുന്നതാണ്. അടുത്ത വശം ഇങ്ങോട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ മതി. നേരെ കറങ്ങി വന്നു
നമ്മൾ നേരായിട്ടാണ് കൊമ്പത്തിലായിട്ട് വരില്ല. അഥവാ തിരിഞ്ഞു വന്നാൽ അതിന് ഇങ്ങനെ പോകും. അപ്പൊ ഇതിങ്ങനെ നിൽക്കണമെന്നാ ആന വെള്ളത്തിന് ഒരു വശം കഴിക്കും ഇങ്ങനെ നിൽക്കണം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം. അപ്പൊ അപ്പുറത്തെ അമൃത്തിന്റെ അവിടെ അല്ല വാലനത ഇങ്ങനെ കാണിച്ചു. ഇല്ല അത് നിങ്ങളെ കാണിക്കുക, നിങ്ങൾ കണ്ടോന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇത് കണ്ടില്ലെന്ന് കയറുണ്ട്. നമ്മൾ ചുമ്മാ ഇങ്ങനെ നിങ്ങൾ വർത്താനം പറയാനിടയ്ക്ക് നിങ്ങൾ കാണാണ്ട് ഇങ്ങനെ കാണിക്കും. ശരി. അപ്പൊ ഇവിടെ കറങ്ങി വന്നു. അപ്പൊ നമ്മൾ നിങ്ങളോട് വർത്താനം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കൈ കാണിക്കുന്നു. നിങ്ങളുടെ മോനോട് പറയാ ഞാൻ ഇങ്ങനെ കൈ കാണിക്കുന്നു. ഇവിടെ ഇരുന്നേ പിന്നെ വർത്താനം പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ മാന്തം പോലെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു. ഇവിടെ കടന്നു. പക്ഷെ ഇത് വേറെ ഞാൻ ഇങ്ങനെ എല്ലാവരും കിടത്തുള്ളൂ. ഇങ്ങനെ എല്ലാ ആക്ഷൻ കാണിച്ചാണ്. ഈ വർത്താനമൊന്നുമില്ല. ഇത് ഒരുത്തനും ഇങ്ങനെ ആയി കിട്ടാൻ ഭയങ്കര വർത്താനമായിരിക്കും. നമുക്ക് ഇതാവും നമ്മളോട് പറയുമ്പോ നമുക്ക് ഇതിൽ പുത്തരില്ല. നമ്മളിതിലപ്പുറം നീന്തി ഇവിടെ പിന്നെ ഒരാളിപ്പോ ഒരു ആന അടിച്ചിട്ട് ചിലപ്പോ 10 പേര് ചോദിക്കും. ഇന്നിപ്പോ ചോദിക്കുമല്ലോ വണ്ടിയെ പോയില്ലേ ഞാൻ ഏതാന്ന് ചോദിക്കും. നമ്മൾ എത്ര കണ്ട് വർത്താനം പറഞ്ഞു ആ കൂടുതൽ ആന എന്നെ അടുത്താന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ നാട്ടിറങ്ങി പോകും. ചിലപ്പോ ആ ഭാഗത്ത് നമുക്ക് ചിലപ്പോ നാളെ ആ ഭാഗത്തോട് വരുമ്പോ ഒരു ആപത്ത് വന്നാൽ അവിടെ ആയിരിക്കും ആരോ നല്ല മനുഷ്യനാണ്. ആ ഒറ്റ ഭാഗ്യമില്ല. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര പാടായത്. ഇപ്പൊ നമ്മൾ എന്തോരം വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഏതാ ഇന്ന സ്ഥലത്തെ ഇന്ന ആളുടെ ഇന്ന പേര് അങ്ങനെ തിരിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകും. ആ ഒട്ടേറെ ശിഷ്യഗണങ്ങൾ ഇദ്ദേഹത്തിനുണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ തന്നെയുണ്ട് ഒരു ശിഷ്യൻ, പൊന്നൻ ചേട്ടൻ്റെ മകൻ ശിവൻ. ശിവൻ ഇദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ആനപ്പണിയുമായി തന്നെ മുന്നോട്ടു പോകുന്നു. മറ്റൊരു മകൻ ഹരി JCB ഡ്രൈവറായി ജോലി നോക്കുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട ആനപ്പണി അവസാനിപ്പിച്ച് ഇന്ന് പൊന്നൻ ചേട്ടൻ ഓണക്കൂറിലെ സ്വന്തം വീട്ടിൽ കുടുംബത്തോടൊപ്പം ഒരു കൃഷിക്കാരൻ്റെ വേഷത്തിലാണ്. കൊച്ചുമക്കളായ അനന്തനും ഭരതനുമൊപ്പം സമയം ചെലവഴിക്കുന്നതിലാണ് ഒരു കാലത്ത് പേരുകേട്ട കൊമ്പന്മാരെ വരുതിയിലാക്കിയ ഓണക്കൂർ പൊന്നൻ എന്ന വില്ലാളി വീരൻ്റെ ഇപ്പോഴത്തെ വിനോദം. ഉത്സവപ്പറമ്പുകളിൽ കൊമ്പന്മാരെ ചട്ടം പഠിപ്പിച്ച് എഴുന്നള്ളിച്ചിരുന്ന പാപ്പാൻ ഇന്ന് കൊച്ചു കുട്ടികളുടെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനാണ്. ഗാംഭീര്യമുള്ള ശബ്ദവും പരുക്കൻ മുഖഭാവങ്ങളും. പുറമേ കാണുന്നവർക്ക് തോന്നുന്ന പൊന്നൻ ചേട്ടൻ അതാണ്. പക്ഷേ അടുത്തറിഞ്ഞാൽ ആർക്കും മനസ്സിലാകും ശാന്തതയുടെ മറ്റൊരു രൂപം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന്. മക്കളും ഭാര്യ ശോഭയും കൊച്ചുമക്കളും അടങ്ങിയ ചെറിയ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും മുന്നിൽ നിന്ന് നടത്തിപ്പോരുന്നത് ഇദ്ദേഹമാണ്. ഇനി ഞാൻ ജീവിക്കുന്നത് ഇവർക്കൊക്കെ വേണ്ടിയാണ് എന്ന് കൊച്ചുമക്കളെ ചേർത്തു നിർത്തി പൊന്നൻ ചേട്ടൻ പറയുമ്പോൾ ആ കരുതൽ കരങ്ങളിൽ തെളിഞ്ഞു കാണാം. ഒരു മുത്തച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും. പൊന്നൻ ചേട്ടനൊപ്പമുള്ള ഉത്സവകേരളത്തിൻ്റെ യാത്ര ഇവിടെ തുടങ്ങുന്നു. പൊന്നൻ ചേട്ടൻ്റെ വിശേഷങ്ങൾ, പിന്നെ അദ്ദേഹം നമുക്കായി പറഞ്ഞു തരുന്ന ആനക്കഥകൾ, അവയാണ് ഉത്സവകേരളം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ആനയറിവുകളുടെ അറിയാ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഉത്സവകേരളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയാണ്
പൊന്നൻ ചേട്ടനാണ്. 100 നമസ്കാരം. 100 നമസ്കാരം അല്ലേ. അപ്പൊ പൊന്നൻ ചേട്ടന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. ഒപ്പം പൊന്നൻ ചേട്ടൻ സഞ്ചരിച്ച വഴിയിലൂടെ നമുക്ക് അദ്ദേഹം പരിചയപ്പെട്ട അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെയും അദ്ദേഹം സഞ്ചരിച്ച അല്ലെ ചെറിയ യാത്രകൾ നമുക്ക് ഒന്ന് പങ്കുവെക്കുക. എന്തൊക്കെയുണ്ട് പൊന്നൻ ചേട്ടാ വിശേഷം? മോനെ, ഒരു 40-47 കൊല്ലത്തോളം ഇതിന്റെ പുറകെ നടന്ന് പുഷ്ടിയായിട്ട് കഞ്ഞി കുടിച്ചു. കുടുംബം രക്ഷപ്പെട്ടു. അല്ല, കഞ്ഞി കുടിച്ചു, ദാരിദ്ര്യം ഇല്ലാണ്ട്. ഞാനിതിലിറങ്ങുമ്പോഴേ ഒരാനെ കൊണ്ട് നടക്കാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല. വേണ്ട ഒരു 10 കൊല്ലം കണ്ടും കേട്ടും ഇങ്ങനെ നടന്നു പഠിച്ച് അല്ലേ. കുറെ ആനകളുടെ ഇരണ്ടന്മാര് കണപ്പാട് കഴുകി ചായ മേടിച്ചു കൊടുത്തു. പിന്നെ എന്റെ ഇഷ്ടം കൊണ്ട് എന്റെ ഗുരുക്കന്മാരുടെ മുമ്പ് ഞാൻ അളക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് 2 പേരേ ഉള്ളൂ ഗുരുക്കന്മാര്. മറ്റാരും കൂടി ഞാൻ പോയിട്ടില്ല. അവര് കത്തിച്ചു തന്ന വിളക്ക്. അത് കാരണം ഇപ്പൊ നിങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെടാനോ അല്ലെങ്കിൽ എന്നെ അന്വേഷിച്ച് ആര് വരാനാ? ഇപ്പൊ ഇങ്ങനെ 2-3 വയസ്സൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്നു നടക്കുക ജീവനം. ഇങ്ങനെയൊക്കെ പോവാണ്. എന്നാലും നല്ല കാര്യങ്ങള്, അതായത് ആശാന ഇപ്പോഴും ഒരുപാട് പേര് ആശാനെ അന്വേഷിച്ചു വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ആശാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആശാൻ തന്നെയാണ് കേട്ടോ. അത് ഞങ്ങൾക്കൊക്കെ അത്രയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഇന്ന് വന്നത്. അപ്പൊ ആദ്യം വരുമ്പോ ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. കൊമ്പം മീശ ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിക്കുകയോ അതൊക്കെ അതൊന്നുമില്ല. ആശാന്റെ അഭിപ്രായത്തിൽ എന്താണ് ആന? ആന ഒരു മൃഗമായിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല. കാരണം എന്തോരം മൃഗങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും മുകളിൽ ഈശ്വരനോ ഭഗവാനോ ഭഗവതിനോ ഒന്നും ഇല്ല. പള്ളിയിലും ഇല്ല, അമ്പലത്തിലും ഇല്ല. ഇതെല്ലാം ആന തന്നെയല്ലേ. പിന്നെ എല്ലാ രീതിയിലും ഒരു ലോകത്തിലൊരു അതിശയമല്ലേ ആന. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വാത്സല്യം ഇഷ്ടമാണ്. ഇപ്പൊ പിന്നെ ഇങ്ങനെ ഇരുന്ന് ഓർക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒന്നിനും ഇല്ല. ഇപ്പോഴത്തെ കാലം മാറി, സമയം മാറി. ഇതിന്റെ കാലം പോയി എന്ന് തോന്നുന്നു. പിന്നെ ഇതിലേക്ക് ഇറങ്ങി വരാൻ വലിയ പാടാ. കാരണം നല്ല ഒരു ഗുരുക്കന്മാര് നമ്മുടെ യോഗം പോലെ ആഗ്രഹം പോലെ ഒരു 10 കൊല്ലമൊക്കെ നടന്നു കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ഒരു 1/4 ഭാഗം കഷ്ടിച്ചാവുള്ളൂ, നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതെ. പിന്നെ നാട്ടുകാരാണ് പ്രേമികൾ പറഞ്ഞു തരും. പിന്നെ ആ ഗുരുക്കന്മാരുടെ കൂട്ടുകാരുണ്ട്. അവരെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ശരിയല്ലെങ്കിൽ പറയും അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, സൗമ്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ കൂടുതലും പറഞ്ഞു തന്നെ ഇപ്പൊ 80 വയസ്സുള്ള ഒരു കാർന്നൂർ റോഡേ പോവാണ്. അപ്പൊ നമ്മൾ ആനയെ വഴിയടിച്ച് ചെല്ലുവാണ്. അപ്പൊ ഒന്നിലെ അയാൾക്ക് ചെവി കേൾക്കില്ലായിരിക്കും, അല്ലെ കണ്ണ് പിടിക്കില്ലായിരിക്കും. അതുകൊണ്ട് അയാൾ മാറാത്തത്. അപ്പൊ നമ്മൾ ആനയെ മാറ്റി കൊണ്ടുപോകണം. ഇതൊക്കെയാണ് അന്നത്തെ പഠിത്തങ്ങള്. പിന്നെ ആ ജീവിതം ഒരു നല്ല ജീവിതമാണ്. അതാണ് ആ ജീവിതം ഒരു നല്ല ജീവിതമായിരുന്നു. നമുക്ക് എപ്പോഴും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരൊക്കെ ആയിട്ട് ഇടപെട്ട് നടക്കാം. ഇപ്പൊ ജീവിതം എന്നാന്ന് പഠിക്കും. പിന്നെ നമ്മൾ വൈകുന്നേരം വരെ പണിയെടുത്താൽ അതൊരു പണിയായിട്ട് തോന്നുകയില്ല. കാരണം അന്നും ഇന്നത്തെക്കാൾ കൂടുതൽ ആനപ്രേമികളുണ്ട്. അവരിൽ നിന്നൊക്കെ നമുക്ക് നല്ല അറിവും കിട്ടും, അറിവില്ലായ്മയും കിട്ടും. എല്ലാം കൂടെ കൂട്ടി കുഴച്ച് നോക്കുമ്പോൾ നല്ലൊരു ജീവിതമായിരുന്നു. ഒരു രസകരമായ ഒരു ജീവിതമായിരുന്നു. പൂരം കാലം ഒരുപാട് ഇഷ്ടം. ഒരുപാട് നല്ല പേരുകേട്ട മേളക്കാര്. ഇന്നിപ്പോ ആനയുടെ പടമൊക്കെ കൊടുക്കുമ്പോലെ അന്ന് മേളക്കാരുടെ പടം കൊടുക്കുമായിരുന്നു എല്ലായിടത്തും. കടവല്ലൂർ അരവിന്ദാസൻ ഇങ്ങനെയുള്ള വലിയ മേളക്കാര് അവരൊക്കെ 1 കൊല്ലം മുമ്പ് ബുക്ക് ചെയ്യണം. അല്ലെ പതിവുള്ള സ്ഥലത്തേക്ക് അവർക്ക് എഴുത്ത് വിട്ടാൽ മതി. അവരൊക്കെ വന്ന് നിൽക്കുന്നത് ആനയേക്കാൾ നിറവാണ്. അതെല്ലേ. അന്നത്തെ ഒരു പാട്ടത്തിന്, ഒരു ആനക്കുള്ള പാട്ടത്തിന് കഴിഞ്ഞ് കൂടുതൽ കൊടുത്ത് അവർ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്കലൊക്കെ ചെത്തിമന്താരം തുളസി പാടുന്ന ആൾക്കാരെ അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തോരം ആണുങ്ങൾ പെണ്ണും കാണാനിരിക്കണത്. സത്യം. അപ്പൊ അതൊക്കെ മൺമറിഞ്ഞു പോയി. പിന്നെ എൻ്റെ ഈ ഇതിലെ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ എല്ലാവരും കുറച്ച് പേര് പണി നിർത്തി, കുറച്ച് പേര് ഇവിടുന്ന് വിട്ടുപോയി. അവരെ പഴയ ആനകളൊക്കെ അവിടെ ഉണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്കും പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കണില്ല. ആശാന്റെ അഭിപ്രായത്തില് എന്താണ് ആനപ്പണി, അല്ലെ എന്താവണം ആനപ്പണി? ആനപ്പണി എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ക്ലാസ് കയറിയിട്ട് കാർ ഓടിക്കാൻ പഠിച്ചാൽ അവൻ ഡ്രൈവർ ആവില്ല. ലോറി കൂപ്പിലൊക്കെ ഓടുന്ന ലോറി ആണ് വണ്ടിക്കാരെന്ന് പറയുന്നത്.
അവന്റെ കിളി എന്ന് പറഞ്ഞാൽ ടയർ മാറാനും വണ്ടി കഴുകാനും ആ ഡ്രൈവറുടെ അവൻ തെറ്റ് കണ്ടാൽ അനാവശ്യം കേൾക്കാനും ചിലപ്പോൾ തലക്കിട്ട് ഒരെണ്ണം കിട്ടും. അങ്ങനെ കയറി വന്നവനാണ് ഡ്രൈവർ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇത് കഷ്ടിച്ച് ഒരു 10 കൊല്ലെങ്കിലും നടന്നാല് എന്നെങ്കിലുമൊക്കെ ഒന്ന് ആവുള്ളൂ. ആനപ്പണി എന്തെങ്കിലും ആവുള്ളൂ. ഒരു ഇരുത്തമൊക്കെ വരുള്ളൂ. അതങ്ങനെ നല്ല ആൾക്കാർ നോക്കി കൂടെ നിന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണും. അത് സഹിച്ച് നിൽക്കുവാണെങ്കിൽ അവനൊരു ഉറച്ച ചോറാത്. അവൻ എത്തപ്പെടാത്ത എൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുലീനതയായിട്ട് വിളിച്ചു വരാനോ ആഢ്യത്വമായിട്ട് വിളിച്ചു വരാനോ ഒന്നുമില്ലാത്ത ഒരു ശുദ്ധ കർമ്മക്കാരനെ ഞാൻ. ഈ കാണാവുന്ന മനുഷ്യരെല്ലാം നമ്മളെ അറിയണുണ്ട്. ഞാനിപ്പോ യേശുദാസോ വല്ലവരും ആണോ? ഇതില് ഞാനും ഇങ്ങനെയുള്ളവരെ പരിചയപ്പെടാൻ കിട്ടുമ്പോ വലിയൊരു പുണ്യമായിട്ട് ഇപ്പോഴും ഓർക്കണം. ഇപ്പൊ ഓർമ്മകള് ഓരോന്നും ഓർക്കണം. പിന്നെ പണ്ട് നമ്മൾ നടന്ന കാലത്ത് എന്നിൽ മുകളിൽ ഒരുപാട് നല്ല ആനകളും നല്ല ആനക്കാരും ഗോപുരം തിങ്ങനെ ആനയൊക്കെ ആയിട്ട് അവർ വന്നതും നിപ്പും ഒക്കെ നല്ല സന്തോഷം, നല്ല കാഴ്ചകളായിരുന്നു. പിന്നെ ഞാനിപ്പോ എങ്ങും പോകാറുമില്ല. ആകെ ഒരു അമ്പലത്തിൽ പോണത് തൃപ്പൂണിത്തറ തൃക്കേട്ടപ്പുറപ്പാടിന്റെ അന്ന് 2 മണിക്ക് പകല് 2 മണിക്ക് ആളെല്ലാം ഒഴിവാകുമ്പോ ചെല്ലും. അവിടെ ഒന്ന് തൊഴും. അതിന്റെ പിന്നിൽ ഒരു കഥ തന്നെ ഉണ്ടല്ലോ. അതിന്റെ പിന്നിൽ ഭഗവാൻ ദാനം തന്ന പൂർണ്ണത്രയീശൻ ദാനം തന്ന ജീവിതം. അതൊന്ന് പറയാമോ? അപ്പൊ അത് പറയാന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ആനക്കാരനെ ആന കുത്തിക്കൊണ്ടിരുന്നു. അത് ശരി. തൃക്കേട്ടപ്പുറപ്പാടിന്റെ അന്ന് വൈകുന്നേരം ഞാനല്ല അവിടുന്ന് അന്ന് മുണ്ട് കൊടുക്കും, വെള്ളമുണ്ട് എല്ലാവർക്കും. ഞാനല്ലാത്തവരെല്ലാം വെള്ളമുണ്ട കൊടുത്തു തരുന്നത്. ഞാനത് ഞാൻ കൊടുക്കാറില്ല. എന്നെ ആരും നിർബന്ധിച്ചാൽ ഞാൻ ആന കൊണ്ട് പോകും. ഇപ്പൊ ചിലപ്പോ തെറ്റായിരിക്കാം. അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല. എന്നോർത്ത് കാര്യമല്ല, ഞാൻ കാര്യം കൊടുക്കാറുണ്ട്. അപ്പൊ അന്നേരം ഇങ്ങനെ ഒരാന അതിന്റെ ഒന്നാമനെ ഇങ്ങനെ ഈ വെള്ളം കൊണ്ടായണ്ട കണ്ടത്. ഞാൻ നമ്മുടെ ആന തലക്കെട്ടിട്ട് പന്തലിലേക്ക് ചെല്ലണു. 2 ആനകൾ അങ്ങനെ പന്തലിൽ കയറി. എന്നാൽ ഇവനെ ഇങ്ങനെ ഈ ആനക്കാരനെ ഇങ്ങനെ കൊമ്പിന്റെ അടിയിൽ തറച്ചോണ്ടിരിക്കുക. ഞാനിങ്ങനെ നോക്കിയപ്പോൾ കഷ്ടമാണല്ലോ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരുന്ന തോട്ടിയും പൊടിയും കൊണ്ട് ഓടിച്ചെന്ന് അതിൻ്റെ ആ കൊമ്പിന്റെ താഴെ ഒന്ന് വലിച്ചു. അത് പൊങ്ങിയില്ല. ഒന്നോടെ വലിച്ചപ്പോൾ അത് അവനെ ഇട്ടേച്ച് എൻ്റെ പുറകെ എത്തി. അപ്പൊ ആ പാപ്പാൻ ഊട്ടുവരയിലേക്ക് ഒറ്റവടത്തിന് പോയി. അമ്പലത്തിനകത്തുണ്ടായിരുന്ന ആനകളെല്ലാം പുറത്തേക്ക് ഇറക്കി. ഗോപുരം അടച്ചു. ഈ ആന മാത്രം ജഗന്നാഥനാ. ഇത് വലുത് പറയുവാന്ന് കൂട്ടും. ഇത് അരിക്കൂട്ടം നിർബന്ധിച്ചിട്ട് പറയണതാണ്. പിന്നെ പലരും ഇത് കണ്ടതുമാണ്, അതുകൊണ്ട് പറയണതാണ്. അപ്പൊ ഞാൻ ഓടിയാനെ എൻ്റെ പുറകെ കൂടി. പിന്നെ ആ ത്രികോണിന് തൊട്ട് പുറകില് ഒരു 500 പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ ആയിട്ട് കാണുമെന്ന് എനിക്ക് തോന്നണ. ഉദ്ദേശം എണ്ണാൻ പറ്റൂലല്ലോ. അപ്പൊ എനിക്ക് അങ്ങോട്ട് ഓടിച്ചെന്ന് കയറിയെങ്കിൽ രക്ഷപ്പെടാറുന്നു. ഈ ഞാൻ ഒരുത്തം കാരണം ഇവരെല്ലാരും മരിക്കണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ല. ഈ ശ്രീകോലിന്റെ അവിടെ ഉള്ള ഒരു തൂണ് മാത്രമായിരുന്നു എനിക്ക് ആശ്രയം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ആ സേനായുടെ ചന്ദ്രശേഖരനാനയ്ക്ക് കണ്ണറിയില്ലാഞ്ഞു. തൊട്ടില്ലെന്ന് വന്നപ്പോൾ അതിന്റെ അടിയിക്കിടെ ഞാൻ കയറി. ആ ആനക്കിട്ട് ഇത് കുത്തി, അത് ഇതിനിട്ട് കുത്തി. അപ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ പറ്റണില്ല, ആന വിടണില്ല. ഇതിനിടയ്ക്ക് ഞാൻ ഈ ആന 4-5 പ്രാവശ്യത്തോളം ഈ മതമൊലിച്ച ആന ഞാൻ അതിന്റെ അമര വലുവിന് തോട്ടിക്ക് വെട്ടിച്ചടിച്ചു. ഈ കുരങ്ങ് പാമ്പിനെ പിടിച്ചു വെച്ചോണ്ടിരുന്നു. അപ്പോഴും രക്ഷിക്കാൻ എന്റെ പാപ്പാനും വന്നില്ല, ആരും വന്നില്ല, ഒറ്റ ആനക്കാരും വന്നില്ല. നമ്മുടെ ആന ഇറങ്ങിപ്പോയി. അത് ബീഹാറിൽ നിന്ന് വന്നിട്ട് ഇല്ല, നഴ്സറി പഠിത്തം പോലും ആയില്ല, ഭാഷ പോലും ഇല്ല. അപ്പൊ അതും പോയി. ഏതായാലും ഒടുക്ക ഇത് തന്നെ ആന വന്ന് കാണും. ഇവന് ഭ്രാന്തായിരിക്കും എന്ന് വെച്ചാൽ അത് പിന്നെ വലിയ ഇതിന് നിന്നില്ല. അപ്പൊ അവനും രക്ഷപ്പെട്ടു, ഞാനും രക്ഷപ്പെട്ടു. അപ്പൊ ഒരു 5000 രൂപ അന്നത്തെ തമ്പുരാന്മാർ എനിക്ക് തന്നാർന്ന നടക്ക് നേരെ വെച്ച്. ഞാനതിൽ 100 രൂപ ഭഗവാൻ ഇട്ടു. എന്നാന്ന് ചോദിച്ചാൽ അവിടുന്ന് ദാനം തന്ന ജീവിതം, അതിന്റെ പുണ്യം അല്ല, അതിന്റെ ഓർമ്മ എനിക്ക് അങ്ങോട്ടുള്ള ഓർമ്മ കൊണ്ട്, ഭഗവാനോടുള്ള ഓർമ്മ കൊണ്ട് ഞാൻ എല്ലാ കൊല്ലവും തൃക്കേട്ടപ്പുറപ്പാടിന് 2 മണിക്ക് അവിടെ ആരും കാണുകയല്ല പകല്. അത് ശരി. അപ്പൊ ഒരു പാപ്പാനും കാണാണ്ട് ഞാൻ അവിടെ തൊഴുതിട്ട് പോരും. മറ്റൊരു അമ്പലത്തിലും ഞാൻ പോയിട്ടില്ല. ആനയില്ലാണ്ട് തന്നെ എങ്ങും പോയിട്ടില്ല. ഒരു പാപ്പാന്റെ ഇപ്പൊ ഞാനിപ്പോ ഉള്ള ആൾക്കാരെ അറിയില്ല. ഞാൻ പണിയില്ലാണ്ടൊരു അമ്പലത്തിൽ പോകാറില്ല, എന്നോടും പോയിട്ടില്ല. നാളത്തെ ദിവസം എൻ്റെ അല്ല. അതും ഈ പണി ആയതുകൊണ്ടല്ല. അന്നൊക്കെ അമ്പലത്തിലുള്ള തമ്പുരാക്കളും പിന്നെ
ആനക്കാര് 15 ആനയ്ക്ക് 18 ആനകളും ഉണ്ടല്ലോ അവിടെ അന്നുണ്ട്. അപ്പൊ അവരെല്ലാരും കണ്ടതായതുകൊണ്ട് ഞാനിത് പറഞ്ഞു. പിന്നെ അതെങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചത്, അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഇല്ല, അതങ്ങനെ ഒരുപക്ഷെ അന്ന് ഭഗവാൻ നമ്മളെ ഭഗവാൻ അവിടെ അശുദ്ധാക്കണ്ടെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചായിരിക്കാം. കാരണം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ രക്ഷപ്പെട്ട പാപ്പാൻ പിന്നെ എന്റെ അനിയൻ രത്നനോട് പറഞ്ഞു, എങ്ങനെ തന്നെ ചേട്ടന്റെ പടം പേപ്പറിൽ വന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ അവൻ തല്ലാനായിട്ട് കൊടുത്തിട്ട് അവന് കിട്ടിയില്ല. അതെ, ഈ കൊല്ലത്തങ്കണ്ടുള്ള ആനക്കാരനാണെന്നാ പറഞ്ഞിട്ട് അവൻ എടുക്കണ, അല്ലെങ്കിൽ അവൻ ഓടൂല്ലല്ലോ. അവനെ എന്റെ മാതങ്കലിയിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കുവേ, സംസ്കൃതത്തിലാണത്. അപ്പൊ അവന് അത് വായിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും. ഞാനീ നടക്കുന്ന കാലത്ത് 1ാം ക്ലാസ് പൂർത്തിയായവനെ ആനപ്പണിക്ക് ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആനയും അന്ന് മരത്തഞ്ചോട്ട് കിടക്കത്തേ ഉള്ളൂ. അത്ര വിദ്യാഭ്യാസമുള്ള കാലം പറഞ്ഞു. അങ്ങനെയാണ്, അതാണ് ഒരു അതെ, അതുകൊണ്ടാണത്. ഈ ആശാൻ എങ്ങനെയാണ് ഈ ആനപ്പണിയിലോട്ട് വന്നത്? അതായത് ചെറുപ്പകാലത്ത് ഏകദേശം എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു ആദ്യം ആനയുടെ കൂടെ? ആനയാണ് എൻ്റെ ഇതെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല. ഞാൻ വിദ്യാഭ്യാസം 4 വരെ പഠിച്ചുള്ളൂ. 5ലൊക്കെ ചെല്ലുമ്പോ ഈ ഇംഗ്ലീഷും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റും, പിന്നെ കണക്കും ഒന്നും അറിയാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കണക്കിന് പിന്നെ പോയൊന്നുമില്ല. ഈ എടത്തൊട്ടി സുകുമാരാന എന്ന് പറഞ്ഞൊരു ആന ഇവിടെ കൊലകൊമ്പൻ എന്നാ പറയാറ്. കൊലകൊമ്പനാണ് ശരിക്കും. ആറാഹാത്തി. പിന്നെ അതിന് മാത്രമേ കുന്തക്കോളുള്ളൂ. ഓണക്കൂറിൽ ഒരുപാട് ആനക്കാരെന്നുണ്ട്, ആനകളും ഉണ്ട്. പിന്നെ പല സ്ഥലത്തു നിന്നും പണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും, ഇപ്പൊ വണ്ടി ബസ്സോടും പോലെ. അപ്പൊ അതിൽ കണ്ടതിൽ എനിക്ക് എടത്തൊട്ടി സുകുമാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വീടിന്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ അടുത്താണ്. ഞാൻ നടന്നാലും പോയി അതിനെ കാണുമായിരുന്നു. ഒരു സുകുമാരൻ തന്നെ ആയിരുന്നു അവൻ. ഇന്ന് പല ആനയ്ക്കും ഒരാനയുടെ പേരുണ്ട്. അന്ന് സുകുമാരൻ എന്നുള്ള എല്ലാം തികഞ്ഞവനെന്ന്. അത് സുകുമാരന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മറ്റൊരാനയ്ക്കും ഉണ്ടായിട്ടില്ല. ആനയുടെ ഒന്നുമില്ല, എല്ലാം തികഞ്ഞവൻ തന്നെ. അപ്പൊ അതിനെ അടുത്ത വീട്ടിലൊക്കെ പറയടിക്കാനൊക്കെ വന്നപ്പോ ഒരു ദിവസം വന്നപ്പോ എനിക്കൊരു ഭയങ്കര ഹരമായത്. ഞാനൊരു ദിവസം പഠിച്ച ക്ലാസ്സിൽ ടീച്ചറിനൊരു തമാശ പറയുന്ന സമയമുണ്ട്. അപ്പൊ ചോദിച്ചു, പിള്ളേരോട് നിങ്ങൾ ആരൊക്കെയാണ് ഇഷ്ടമെന്ന് ഓരോരുത്തരോട് ചോദിച്ചു. എല്ലാരും പോലീസ്, ഡോക്ടർ, എഞ്ചിനീയർ, കുഞ്ഞു മനസ്സല്ലേ. എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, സുകുമാരനെ എഴുന്നള്ളിച്ചിട്ട് അതിന്റെ കാലിന്റെ ചോട്ട് കിടന്നുറങ്ങണമെന്ന്. അത് ശരി. പിന്നെ നടക്കുന്ന വഴിക്കൊക്കെ ഞാനിങ്ങനെ ഓർക്കണത്, സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഓർക്കും, ഇപ്പൊ ഞാനിങ്ങനെ ഇന്ന ആനയുടെ കൊമ്പെ പിടിച്ചപ്പോഴാണ് ഇവിടെ എഴുന്നള്ളി നീക്കുവാണ്, ഇങ്ങനെ ഭാവനയില് ഇപ്പൊ മുകളിലിരുന്ന് തടി പിടിക്കുവാണ്, ഇങ്ങനെ നടന്നു. പിന്നെ വീട്ടിൽ കുറച്ച് ദാരിദ്ര്യ ദുഃഖം ഒക്കെ ഉണ്ട്. അങ്ങനെ ആനകളോട് അങ്ങനെ ഒരു ഹരമായിരുന്നു. ഒന്ന് എഴുന്നള്ളിക്കാനൊക്കെ വലിയ കൊതിയായിരുന്നു. അങ്ങനെയൊക്കെ ഇതിലേക്ക് ഇറങ്ങിപ്പോയത്. അങ്ങനെ എനിക്ക് ആദ്യം വിളക്ക് കത്തിച്ച് വെച്ചെന്നത് കുരിക്കാട്ട് കൊച്ചനാരായണൻ എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ മരിച്ചുപോയി, ഇന്നെൻ്റെ തലയ്ക്ക് മുകളിൽ. അയാൾ മനയത്താട്ടുമനയ്ക്കൽ അടുത്തൊരു അമ്പലത്തിൽ ശരിക്കും പേരോർമ്മ തന്നെയല്ല എഴുന്നേൽപ്പിന് പോയി. കോണാട്ടാന ഓണക്കൂറ അതിലെല്ലാം ആന ഒന്ന് ചെയ്യുമ്പോഴിങ്ങാരും 9 ചെയ്യുമായിരുന്നു. അത് ശരി. അണഞ്ഞു കൂടുമായിരുന്നു. അകലെ നിന്ന് കല്ല് വെച്ചെറിയില്ല. തോട്ടിയും മടിയും കുന്തക്കോലും തന്നെ ആയുധം. ശരിക്കും ഒരു പണി തന്നെ. ശരിക്കും ഒരു പണി തന്നെ ആയിരുന്നു. കാരണം പിന്നെ എഴുന്നള്ളിച്ച് വന്നതും നല്ല ഭംഗിയായിരുന്നു അങ്ങേര് വന്നത്. ഇപ്പോഴും കണ്ടൊന്നും ഇറങ്ങിയത് നേരത്തെ പറഞ്ഞിറങ്ങിയ മൊബൈലിൽ നിന്ന് മാഞ്ഞു പോയത്. അതുപോലെ നമ്മൾ പറഞ്ഞു കുറ്റിക്കോടൻ എന്ത് ഭംഗിയായിട്ടാ നടക്കുന്നല്ലേ. പിന്നെന്ത് അതിനെപ്പറ്റി പറഞ്ഞ ഇത് കിടങ്ങൂരാനല്ലേ? ഇത് സുകുമാരനാനല്ലേ? അല്ലല്ല അല്ലേ? ഉറപ്പാ? ഇത് ഏതാണ്? ഇത് തന്നെ സുകുമാരൻ. മറ്റേട്ടൊന്നും സുഖാനല്ല. അല്ലല്ല സുഖമാനല്ലേ? ഇതന്നെ ഇരിക്കണ ഭാഗം തോന്നുന്നു അല്ലേ? മേളിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. മുകളിലാരോ ഇരിപ്പുണ്ട്.